സമ്പൂർണമായ അവഗണന എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു അവഹേളനം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹാഷ്മിയുടെ ആമുഖത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. അതായത് ആമ, അതല്ലെങ്കിൽ തേങ്ങ, മാങ്ങ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ യഥാർത്ഥ നിജസ്ഥിതി എന്താണെന്ന് ഞാൻ ഈ ബജറ്റ് രേഖകളിലൂടെ പരിശോധിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇന്ന് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ എന്താണ് ഇവർക്ക് പറ്റിയതെന്ന് പലരും ചോദിച്ചു. ഒരു ദുരന്തത്തിൻ്റെ ഒരു അവതരണം പോലെയാണ് അവരുടെ ബജറ്റ് അവതരണം ഭവിച്ചത്. യഥാർത്ഥത്തിൽ അത് പിന്നീട് എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. ഇപ്പോൾ ഇതിൻ്റെ ഒരു മാക്രോ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഹാഷ്മി, അതായത് സർക്കാർ വിഭാവനം ചെയ്ത വരുമാനത്തേക്കാൾ 2 ലക്ഷം കോടി രൂപയുടെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇൻകം ടാക്സ്, ആദായ നികുതിയിൽ ഇവർക്ക് വന്ന കുറവ് എത്രയാണെന്നറിയോ? 1,26,000 കോടി രൂപ. ഇവർ GST സ്ലാബുകൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഇവരെന്താ പറഞ്ഞ്, അതായത് വലിയ വാങ്ങൽ ശേഷി ജനങ്ങൾക്ക് സംഭവിക്കുകയും അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ GST കളക്ഷൻ കിട്ടിയെന്ന് പറയും. എന്താ സംഭവിച്ചെന്നറിയോ? 1,32,000 കോടി രൂപയുടെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മരണ വീട്ടിൽ നിൽക്കുന്നത് പോലെയാണ് ഇന്ന് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇനി കേരളത്തിൻ്റെ ഇതിലേക്ക് വരാം. അത് ഞാൻ ഒരു 1-2 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യങ്ങൾ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ മൊബൈലായിട്ടുള്ള ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് മലയാളികളുടെ സമൂഹമാണ്. ഒരു വേഗ തീവണ്ടി പാതയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ കാലമായിട്ട് നമ്മുടെ കേരളം കാത്തിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളങ്ങ് മാറ്റാം. ഈ കഴിഞ്ഞ ദിവസമല്ലേ നമ്മുടെ ശ്രീധരൻ കേരളത്തിൽ വലിയൊരു പ്രഖ്യാപനം നടത്തിയത്? അതായത് കേന്ദ്ര സർക്കാർ അനുമതി നൽകി എന്നുള്ളത്. 7 ഹൈസ്പീഡ് കോറിഡോർസ് അനുവദിച്ചു. നമ്മൾ വിചാരിച്ചു ഒരു 2-3 ഒക്കെ അനുവദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അർഹതയുള്ള കേരളത്തിൻ്റെ പേരവിടെ വരില്ലേ? കേരളത്തിൻ്റെ പേര് വന്നിട്ടില്ല. 22 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഒരു സംസ്ഥാനത്ത് 2 AMS വരെയുണ്ട്. നമ്മുടെ സുരേഷ് ഗോപിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. അതായത് കമ്പം, തേനി, പൊള്ളാച്ചി, ആലപ്പുഴ, തൃശ്ശൂർ, കാസർഗോഡ് അദ്ദേഹം സ്ഥാപിക്കാത്ത സ്ഥലങ്ങളില്ല ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇവിടെയുള്ള ട്രോളെന്ന് വെച്ചാൽ, അതായത് നിർമ്മല സീതാരാമൻ സുരേഷ് ഗോപി വിളിച്ച് AMS എവിടെ വേണം, കമ്പം തേനിയിലാണോ ചോദിക്കുമ്പോൾ ആമ എന്ന് പറഞ്ഞു. ഉടനെ ഒരു ആമ പരിപാടി ഞങ്ങൾ ബജറ്റിലിട്ടു. ഇതാണ് ഇവിടെ നടക്കുന്ന ട്രോള്.